റഷ്യയെ ആയുധങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ. യുക്രൈനുമായുള്ള പോരാട്ടത്തിൽ റഷ്യയ്ക്ക് ഉറച്ച പിന്തുണ നൽകുമെന്ന് ഉത്തര കൊറിയ ആവർത്തിക്കുന്നു. റഷ്യയുടെ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കിം ജോങ് ഉൻ നിലപാട് ആവർത്തിച്ചത്. പോരാട്ടത്തിൽ റഷ്യയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് കിം ജോങ് ഉൻ പ്രതിജ്ഞയെടുത്തതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ മാസങ്ങളിലായി 10,000-ഓളം സൈനികരെ ഉത്തര കൊറിയ റഷ്യയിലേക്ക് അയച്ചിരുന്നു. റഷ്യയുടെ അതിർത്തി മേഖലകളിലുള്ള പലയിടങ്ങളിലായി ഇവരെ വിന്യസിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ പല ലോക രാജ്യങ്ങളും ആശങ്ക പരസ്യമായി തുറന്നു പറയുന്നതിനിടെയാണ് ആൻഡ്രി ബെലോസോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ സൈനിക സംഘം ഉത്തര കൊറിയയിലെത്തിയത്. സൈനിക പങ്കാളിത്തം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളുടെയും പരമാധികാരവും സുരക്ഷാ താൽപര്യങ്ങളും സംരക്ഷിക്കുമെന്നും കിം ജോങ് ഉന്നും ആൻഡ്രിയും വ്യക്തമാക്കി. കൂടിക്കാഴ്ച വിജയകരമായിരുന്നുവെന്നും യോജിച്ച തീരുമാനങ്ങളാണ് നേതാക്കൾ സ്വീകരിച്ചതെന്നും സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടിൽ പറയുന്നു. റഷ്യയുടെ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയ്ക്കും സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്കും ഉത്തര കൊറിയയുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് കിം പറയുന്നത്. റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈൻ അനുവാദം നൽകിയ US തീരുമാനത്തിനെതിരെ കിം ജോങ് ഉൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾ ഏറ്റവും ഫലപ്രദമായ മറുപടിയാണെന്നും കിം പറഞ്ഞിരുന്നു. അതേസമയം റഷ്യയുടെ ആയുധപ്പുര നിറയ്ക്കാൻ ഉത്തര കൊറിയ വലിയ രീതിയിൽ പീരങ്കികളും മിസൈലുകളും കയറ്റി അയച്ചുവെന്ന ആരോപണം ദക്ഷിണ കൊറിയ ഉയർത്തിയിരുന്നു. ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ആധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ദീർഘദൂര ബാലിസ്റ്റിക് മിസൈല് 1 മാസം മുൻപാണ് ഉത്തര കൊറിയ പരീക്ഷിച്ചത്. ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം തങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുവെന്നും അത്യാധുനിക മിസൈലാണ് അവർ പരീക്ഷിച്ചതെന്നും ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ജനറൽ നകാതാനി പിന്നീട് അറിയിച്ചു. ഉത്തര കൊറിയ പരീക്ഷിച്ച മിസൈലിന്റെ ദൂരപരിധി ദക്ഷിണ കൊറിയ ഇതുവരെ നടത്തിയ മിസൈൽ പരീക്ഷണങ്ങളെക്കാൾ കൂടുതലാണെന്നും അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിന്റെ ഓരോ കോണും ഇതോടെ തങ്ങളുടെ മിസൈൽ പരിധിക്കുള്ളിലാക്കാൻ ഉത്തര കൊറിയയ്ക്കാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തെ രാജ്യാന്തര സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ദൂരത്തിന്റെ 17 ഇരട്ടി ദൂരപരിധിയുള്ള മിസൈലാണ് ഉത്തര കൊറിയ പരീക്ഷിച്ചിരുന്നത്. യുക്രൈൻ അധിനിവേശം നടത്തുന്ന റഷ്യയ്ക്ക് സൈനിക സഹായം നൽകുന്നതിന് പാശ്ചാത്യ ലോക രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും അടക്കം നിശിതമായി വിമർശിക്കുന്നതിനിടെയാണ് ഉത്തര കൊറിയയുടെ പരീക്ഷണമെന്നതും ശ്രദ്ധേയമാണ്. 50,000-നടുത്ത സൈനികരെയാണ് ഉത്തര കൊറിയ യുക്രൈൻ യുദ്ധമേഖലയിലേക്ക് റഷ്യയ്ക്ക് പിന്തുണയ്ക്കായി അയച്ചത്. ഇതിന്റെ പേരിൽ US ഉത്തര കൊറിയയ്ക്കെതിരെ കൂടുതൽ നടപടികൾക്ക് സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് വാഷിംഗ്ടണിനെ തന്നെ പൂർണ്ണമായും പരിധിക്കുള്ളിലാക്കുന്ന തരത്തിൽ ഉത്തര കൊറിയ വിജയകരമായി മിസൈൽ പരീക്ഷണം നടത്തിയത്. ഇതിൽ US എങ്ങനെ പ്രതികരിക്കുമെന്നതും വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.